ബംഗളൂരുവിൽ ഈ പാചകവാതക പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. ഗ്യാസ് കിട്ടാതായതോടെ ഹോട്ടലുകളിൽ പ്രഭാത ഭക്ഷണമൊക്കെ നിർത്തിവെക്കേണ്ട സാഹചര്യമാണ്. ഇന്ന് ഉച്ചവരെ പ്രവർത്തിക്കാനുള്ള ഗ്യാസ് മാത്രമേ പല ഹോട്ടലുകളിലും സ്റ്റോക്കുള്ളൂ. യുദ്ധമിതാ നമ്മുടെ അടുക്കളയിലേക്കും എത്തിയിരിക്കുന്നു. പലയിടത്തും ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടാക്കനിയാകുന്ന സ്ഥിതിയാണ്. ഹോട്ടലുകളെല്ലാം പ്രവർത്തനം പാതിയിൽ നിർത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. പല ഹോട്ടലുകളും ഭക്ഷണം കൊടുക്കുന്നത് തന്നെ നിർത്തി ചെറിയ ചില ഐറ്റംസ് മാത്രമാക്കി വെച്ചിരിക്കുകയാണ്. ചേട്ടാ, ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉള്ളത്? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ചേട്ടാ. ഇന്ന് ഗ്യാസിന്റെ പ്രോബ്ലമാണ്. ഗ്യാസ് കിട്ടാറില്ല. അങ്ങനെ ഗ്യാസിന്റെ പ്രോബ്ലം. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പൂർണ്ണമായിട്ട് നിർത്തി വെച്ചു. പൂർണ്ണമായിട്ട് നിർത്തി വെച്ചു. സമോറൊന്നും കത്തിച്ചിട്ടില്ല. പക്ഷെ ഇന്നലെ ഒരു കുറ്റി ഉണ്ടായിരുന്നു, അത് വെച്ച് അതുകൊണ്ട് ഇപ്പൊ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഗ്യാസ് എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഒരാഴ്ച. ഇപ്പോൾ ഈ കടയുടെ ഉടമ നമ്മോടൊപ്പം ഫിലിപ്പ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു ക്രൈസിസ് മുന്നോട്ട് പോകാൻ വെച്ചാൽ എങ്ങനെ നമുക്ക് തരണം ചെയ്യാനാകും? തരണം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു 3 ദിവസമായിട്ടാണ് ഇത്രയും ഒരു ഷോർട്ടേജ് വന്നേക്കുന്നത്. നമുക്ക് ഇന്നലെ ആകെ രണ്ട് ചെറിയ സിലിണ്ടറാണ് പ്രൈവറ്റ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ലഞ്ചിൽ നിന്ന് മാത്രം സ്റ്റാർട്ട് ചെയ്യാന്ന്. പക്ഷേ അതും എത്ര ദിവസം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളത് അറിയത്തില്ല. ഡബിൾ ചാർജ് ഒക്കെ ഈടാക്കുന്നുണ്ടോ? എന്താ? നമ്മൾ ഇന്നലെ എടുത്തത് ചെറിയ സിലിണ്ടർ, അതായത് 17 kg സിലിണ്ടറിന് തന്നെ ഡബിൾ കോസ്റ്റാണ് ഇപ്പോൾ വരുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് ബിസിനസ് മുതലാവില്ല. രണ്ടാമത്തെ കാര്യം ഇപ്പം വളരെ ഷോർട്ടേജാണ്. ഇപ്പം സപ്ലൈ ചെയ്യുന്ന ആൾക്കാരും അവരിൽ ഇല്ലെന്നാണ് പറയുന്നത്. സാധാരണ ഈ നേരത്ത് ഇവിടെ വല്ലാത്ത തിരക്കുണ്ടാവുന്ന ഒരു കടയാണല്ലോ. അതെ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നല്ലൊരു കവറേജ് ആവുന്നതാണ്. ഇവർക്ക് ചായയുടെ ഇതിനാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്നലെ തൊട്ട് സമോവർ ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് മറ്റേ സോസ് പാനിൽ ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ്. വെച്ചാൽ നമ്മുടെ മലയാളികളുടെ ഒരു വികാരം എന്ന് പറഞ്ഞാൽ സമോവറിൽ കിട്ടുന്ന ഒരു ചായ ആണല്ലോ. അപ്പോൾ ഗ്യാസിൻ്റെ ഈ ഒരു ഷോർട്ടേജ് കാരണം നമ്മൾ അതും നിർത്തി വെച്ചേക്കാണ്. ഈ യുദ്ധം ഏതോ രാജ്യത്ത് നടക്കുന്ന യുദ്ധം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ അടുക്കളയിലേക്കും എത്തുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ബംഗളൂരുവിൽ നിന്നും കെ.ബി. ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.